നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. US മാർക്കറ്റ് അതീവ വോളറ്റൈലായിട്ടാണ് തുടരുന്നത്. ഇന്നലെയും US മാർക്കറ്റിൽ നാസ്ഡാക്ക് ഡോയിൽ എന്നതിന് 400 പോയിൻ്റാണ് ഇന്നലെ ഫോൾ ആയത്. അപ്പോൾ ഈ ഒരു വീക്ക് ഡോയും നാസ്ഡാക്കും 3.5% മുകളിൽ ഫോൾ രേഖപ്പെടുത്തി. ഇന്നലെ ഇത്ര വലിയ ഒരു വോളറ്റൈൽ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ US വിക്സ് 10% ഷൂട്ട് ചെയ്തു. US വിക്സ് ഇപ്പോൾ നിൽക്കുന്നത് 20 എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ്. ഇന്നലെ അവിടുത്തെ പേറോൾ ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു. അത് മാർക്കറ്റിനെ എഗെയിൻസ്റ്റ് ആയിരുന്നു. കൂടാതെ തന്നെ ഇന്നലെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വന്നു. 25 ബേസ് പോയിൻറ്റ് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് റേറ്റ് കട്ട് കുറച്ചു. അത് US മാർക്കറ്റിന് ഒരു പ്രഷറായി. ഓൾറെഡി തന്നെ ട്രംപിൻ്റെ താരിഫ് ഹൈക്കുകളും ഫിയറുകളും എല്ലാം തന്നെ US നിലനിൽക്കുന്നുണ്ട്. US ട്രഷറി ബോണ്ട് ഈൽഡും സ്പൈക്ക് ചെയ്തു 4.5 എത്തി നിൽക്കുകയാണ്. അപ്പോൾ US മാർക്കറ്റ് വലിയ തോതിൽ വോളറ്റിലിറ്റി ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് ഇന്നലെ പൊതുവെ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ IT കമ്പനീസും HDFCയും നെഗറ്റീവിലാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. ADRൽ വിപ്രോയും HDFCയും ഫോളോ ആയിട്ടുണ്ട്. ഇൻഫിയും. അപ്പോൾ US മാർക്കറ്റിന് വലിയ തോതിൽ ഫോളോ ചെയ്യുന്ന ഇന്ത്യൻ മാർക്കറ്റിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് 22,500 എന്ന് പറയുന്ന ഒരു വലിയൊരു റേഞ്ച്, ആ ഒരു വലിയ ഒരു ബാലികേറ മല കവർ ചെയ്തു എന്നുള്ളത് നമുക്ക് പോസിറ്റീവായിട്ട് കാണാം. കൂടാതെ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് 12 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് BSE കമ്പനീസിൻ്റെ ആഡ് ചെയ്തു എന്നുള്ളത് നമുക്ക് പോസിറ്റീവായിട്ട് കാണാം. അതല്ലെങ്കിൽ റിലയൻസ് ഇന്ത്യയിലെ നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജുള്ള കമ്പനീസിനെ കൊട്ടാക് സെക്യൂരിറ്റീസ് അപ്ഗ്രേഡ് ചെയ്തു. റിലയൻസ് ഇന്നലത്തെ ആ ഒരു റാലിയിൽ മുൻനിരയിൽ നിന്നത് റിലയൻസ് ആണ് എന്നുള്ളതും പോസിറ്റീവായിട്ട് കാണാം. പക്ഷേ US മാർക്കറ്റിലുള്ള ആ ഒരു കാര്യം നെഗറ്റീവായിട്ട് ഒരു സൈഡിലുണ്ട്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. സ്വാഭാവികമായിട്ടും വെള്ളിയാഴ്ച ട്രെൻഡിങ് ഡേ ആണ് ആകാറ്. ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ഒന്ന് ട്രേഡ് ചെയ്യുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ RBIയുടെ ഭാഗത്തു നിന്നുള്ള ഫണ്ട് ഇഞ്ചക്ഷൻ കൊണ്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. ആ ഒരു ഫിയർ ഫാക്ടർ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകൾക്ക് പോകാതിന് മുമ്പ് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം US വിക്സ് 10% ഒരു സ്പൈക്ക്. നാസ്ഡാക്ക് 400 പോയിൻ്റ്, 400 അല്ല, അറൗണ്ട് 500 പോയിൻ്റ് അഥവാ 2.6% ഒരു ഫോളാണ്. ഡോയ് ആവട്ടെ 1% ഒരു ഫോള്. FTSE UK മാർക്കറ്റാണ്, അത് 73 പോയിൻറ്റിൻ്റെ ഇടിവ്. ഡാക്സും ജർമ്മനും ഫ്രാൻസും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇനി മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റിൽ എല്ലാം തന്നെ മിക്സഡ് ആയ സെൻറ്റിമെൻറ്റ്സ് ആണ് ഉള്ളത്. ബ്രൻഡോയിൽ ഏറ്റവും ടോപ്പ് ചെയ്ത് രണ്ടാമത് 69 എന്ന നിലയിലാണ്. ബിറ്റ്കോയിനും ഫോളോ ആയിട്ടുണ്ട്. ബിറ്റ്കോയിൻ 90,000 എത്തി നിൽക്കുകയായിരുന്നു. അവിടുന്ന് ഒരു 5,000 പോയിൻറ്റ് ഫോളായി, 5% ഫോളായി. 85,000 ആണ് ബിറ്റ്കോയിൻ്റെ സ്പോട്ട് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ബിറ്റ്കോയിലും ഈ ട്രംപിൻ്റെ ഓരോ തീരുമാനങ്ങളും പ്രസ്താവനകളും അനുസരിച്ച് ഏറ്റവും കൂടുതൽ വോളറ്റിലിറ്റി ബിറ്റ്കോയിൻ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ബിറ്റ്കോയിനിൽ തന്നെ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ബ്രൻഡോയിലും. ക്രൂഡിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് അതൊരു സ്കാൽപ്പിംഗ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ പരിഗണിക്കുന്നതായിരിക്കാം ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്നത്. കാരണം ഈവൻ MCX 11:30 വരെ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും 2 മണി വരെയുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. 11:30 വരെ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ 2 മണി വരെ US മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന അതേ സമയം തന്നെ ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ ക്രൂഡ് ഓയിലും വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഉണ്ടാകും. കൂടാതെ തന്നെ ക്രൂഡ് എന്നെ സ്വാധീനിക്കുന്നത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഹോൾഡിങ്ങും പ്രശ്നം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ക്രൂഡിൻ്റെ തന്നെ കോഴ്സൊക്കെ വളരെ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിവേ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ഇത് വാർത്തകൾ മാത്രമാണ്, ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്സ്റ്റോക്ക് എന്ന് പറയുന്ന ഇന്ത്യയിലെ ലീഡിങ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. അപ്പോൾ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിലൊക്കെ ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ടാറ്റ ഗ്രൂപ്പാണ് ബാക്കപ്പ് ചെയ്യുന്നത്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് പിൻ ചെയ്യാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് ആദ്യമുള്ളത് ഭാരത് ഇലക്ട്രോണിക്സ് ആണ്. അവർക്ക് 577 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ലോറസ് ലാബ് ഫാർമ കമ്പനിയാണ്. അവർ 800 കോടി രൂപ സ്പെൻഡ് ചെയ്ത് KRK ഫാർമയായിട്ടൊരു ജോയിൻറ്റ് വെഞ്ചർ ബിസിനസ് ചെയ്യാനായിട്ടുള്ള പദ്ധതി ലോറസ് ലാബിനെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ള ന്യൂസ് ഉണ്ട്. കൽപാത്രൂ പ്രൊജക്റ്റിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് ഇവർക്ക് 2,300 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. RVNL കമ്പനി 156 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. റൈറ്റ്സ് കമ്പനി 28 കോടി രൂപയുടെ ഓർഡർ സദേൺ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ട്.
ബ്രിഗേഡ് എൻ്റർപ്രൈസസ് കമ്പനി, ഇതൊരു റിയാലിറ്റി കമ്പനിയാണ്. അവർ ചെന്നൈയിൽ പുതിയ റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളെല്ലാം തന്നെ ഇവർ ആരംഭിക്കുന്നു എന്നുള്ള ന്യൂസാണുള്ളത്. ബയോകോൺ കമ്പനി ഫാർമ കമ്പനിയാണ്. അപ്പോൾ അവരുടെ പുതിയ മെഡിസിന് യു.എസിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചതായിട്ടുള്ള ന്യൂസുണ്ട്. ഫസ്റ്റ് സൊല്യൂഷൻ കമ്പനി പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം കമ്പനി ലോഞ്ച് ചെയ്തതായിട്ടുള്ള ന്യൂസുണ്ട്. KR റെയിൽ കമ്പനി ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് പുതിയ ഓർഡറുകൾ ലഭിച്ചതായിട്ടുള്ള ന്യൂസുണ്ട്. ഹെക്സാവെയർ ടെക് കമ്പനി സാൻ ഫ്രാൻസിസ്കോ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയിൽ നിന്ന് ഹെക്സാവെയറിന് ഒരു പുതിയ ഓർഡർ ലഭിച്ചതായിട്ടുള്ള ന്യൂസുണ്ട്. ഇൻഡിഗോ കമ്പനി, ഏവിയേഷൻ രംഗത്തുള്ള ലീഡിംഗ് കമ്പനിയായിട്ടുള്ള ഇൻഡിഗോ മാഞ്ചസ്റ്റർ ആംസ്റ്റർഡാം പുതിയ സർവീസ് കമ്പനി ആരംഭിച്ചു എന്നുള്ള ന്യൂസുണ്ട്. IT കമ്പനിയായിട്ടുള്ള TCS നദേൺ ട്രസ്റ്റായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തത്, അല്ലെങ്കിൽ പുതിയ ഓർഡറുകൾ അവർക്ക് ലഭിച്ചതായിട്ടുള്ള ന്യൂസുണ്ട്. പവർ ഗ്രിഡ് കമ്പനി ഇൻട്രസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ ഓർഡറുകൾ പവർ ഗ്രിഡിന് ലഭിച്ചതായിട്ടുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. മറ്റുള്ള ന്യൂസുകളായിട്ട് വൈകിട്ട് 7 മണിക്കെത്താം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിക്കുന്നു. താങ്ക് യു.